ടെലിഫോൺ പതിയെ മൊബൈൽ ഫോൺ ആയത് എങ്ങനെയെന്ന് കേരള കഫേ വിശദീകരിക്കുന്നു. ടെലിഫോൺ മൊബൈൽ ഫോണായ കഥ. കൈകളിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന ദൂരഭാഷിണിയെയാണ് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. സെല്ലുലാർ ഫോൺ എന്നതിൻ്റെ ചുരുക്കപ്പേരായി ഇവയെ സെൽഫോൺ എന്നും വിളിക്കാറുണ്ട്. ഒരു സെല്ലുലാർ നെറ്റ്വർക്ക് ഉപയോഗിച്ച് 2 വഴി റേഡിയോ ടെലികമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളാണിവ. കോൾലെസ് ഫോണുകളിൽ നിന്നും വ്യത്യസ്തമായ പ്രവർത്തന രീതിയാണ് മൊബൈൽ ഫോണുകളുടേത്. ലാൻഡ് ലൈനുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ബേസ് സ്റ്റേഷനിൽ നിന്ന് ഒരു നിശ്ചിത ദൂര പരിധിയിൽ നിന്നുകൊണ്ട് മാത്രമേ കോൾലെസ് ഫോണുകൾ പ്രവർത്തിക്കാനാകൂ. പബ്ലിക് ടെലിഫോൺ നെറ്റ്വർക്ക് ഉപയോഗിച്ച് ലോകത്തെമ്പാടുമുള്ള ഒരു മൊബൈൽ ഫോണുകളിൽ നിന്നും ലാൻഡ് ഫോണുകളിൽ നിന്നും ടെലിഫോൺ വിളികൾ സ്വീകരിക്കുന്നതിനും അവയിലേക്ക് വിളിക്കുന്നതിനുമാണ് പ്രാഥമികമായി മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത്. ഒരു മൊബൈൽ നെറ്റ്വർക്ക് ഓപ്പറേറ്ററുടെ കീഴിലുള്ള സെല്ലുലാർ നെറ്റ്വർക്കുമായി ബന്ധിപ്പിച്ചാണ് ഇത് സാധ്യമാക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും പ്രധാന സവിശേഷത ഉപയോക്താക്കൾ സഞ്ചരിക്കുകയാണെങ്കിൽ പോലും ഇടമുറിയാതെയുള്ള ഫോൺ കോളുകൾ ചെയ്യുന്നതിന് സാധ്യമാകുന്നു എന്നതാണ്. ഹാൻഡ് ഓഫ് അല്ലെങ്കിൽ ഹാൻഡ് ഓവർ എന്നൊരു സാങ്കേതിക വിദ്യയിലൂടെയാണ് ഇത് സാധ്യമാകുന്നത്. കൂടാതെ മറ്റു മൊബൈൽ ഫോണുകളിലേക്ക് എഴുതിയ സന്ദേശം അയക്കുന്നതിനും മൊബൈൽ ഫോണുകൾ കൊണ്ട് സാധിക്കും. ഫോൺ വിളിക്കുക എന്നതിനപ്പുറം ഇന്നത്തെ മൊബൈൽ ഫോണുകൾ മറ്റനവധി സേവനങ്ങൾ കൂടി ഉപയോക്താവിന് നൽകുന്നുണ്ട്. ഇമെയിൽ, ഇൻ്റർനെറ്റ്, ബ്ലൂടൂത്ത്, ഇൻഫ്രാറെഡ്, ക്യാമറ, MMS, MP3, GPS എന്നിവ അവയിൽപ്പെടുന്നു. വളരെ പരിമിതമായ സൗകര്യങ്ങളോട് കൂടിയ മൊബൈൽ ഫോണുകളെ ഫീച്ചർ ഫോണുകളെന്നും കൂടുതൽ സേവനങ്ങളും സൗകര്യങ്ങളുമുള്ള മൊബൈൽ ഫോണുകൾ സ്മാർട്ട് ഫോണുകളെന്നും അറിയപ്പെടുന്നു. ആധുനിക മൊബൈൽ ഫോണുകളിലുള്ള ചില സവിശേഷതകൾ കമ്പ്യൂട്ടറുകൾക്ക് സമാനമായവയാണ്. 1973 മോട്ടോറോളയിലെ ഡോക്ടർ മാർട്ടിൻ കൂപ്പറായിരുന്നു കയ്യിൽ കൊണ്ട് നടക്കാവുന്ന ആദ്യത്തെ മൊബൈൽ ഫോൺ രൂപകൽപ്പന ചെയ്തത്. 1973 ഏപ്രിൽ 3 കൂപ്പർ ആദ്യമായി ഒരു മൊബൈൽ സംഭാഷണം നടത്തിയത്. അത് യഥാർത്ഥ സെല്ലുലാർ ഫോണിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് എന്നതായിരുന്നു. 2 കിലോഗ്രാം ഭാരമുണ്ടായിരുന്ന ആദ്യ മോഡലിൻ്റെ വില $3500 ആയിരുന്നു. വാണിജ്യാടിസ്ഥാനത്തിലുള്ള ആദ്യത്തെ മൊബൈൽ ഫോൺ നിർമ്മിച്ചത് മോട്ടോറോള തന്നെയായിരുന്നു. ഡൈനാടാക് 8000X എന്ന് പേരിട്ടിരുന്ന ഈ ഫോൺ 1983 പുറത്തിറങ്ങി. 1990 കണക്കനുസരിച്ച് ലോകത്തെമ്പാടും 124 ലക്ഷം മൊബൈൽ ഫോൺ ഉപയോക്താക്കളുണ്ട്. 20 വർഷം കഴിയുന്നതിന് മുമ്പ് 2011 അവസാനമാകുമ്പോഴേക്കും ലോകമെമ്പാടും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരുടെ എണ്ണം 560 കോടിയായി വർദ്ധിച്ചു. 1990 ഉണ്ടായിരുന്നതിനെ 360 മടങ്ങിലധികം വികസ്വര രാജ്യങ്ങളിലും വളരെ താഴ്ന്ന ജീവിത നിലവാരം പുലർത്തുന്ന രാജ്യങ്ങളിലും ഇതിന്റെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു. 1947 മൊബൈൽ ഫോൺ എന്ന ആശയം ഉടലെടുക്കുന്നത്. അന്ന് അമേരിക്കയിൽ കാറുകളിൽ ആശയവിനിമയത്തിനായി ഒരു തരം മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചിരുന്നു. ഒരു നിശ്ചിത പരിധിയിൽ ഒതുങ്ങി നിന്നായിരുന്നു ഇവ പ്രവർത്തിച്ചിരുന്നത്. ഈ സംവിധാനം വികസിപ്പിക്കാൻ പോന്ന സാങ്കേതിക വിദ്യയൊന്നും അന്നില്ലായിരുന്നു. കൂടാതെ റേഡിയോ ടെലിവിഷൻ സംപ്രേഷണവുമായി ബന്ധപ്പെട്ട എന്തു പരീക്ഷണവും ഫെഡറൽ കമ്മ്യൂണിക്കേഷൻസ് കമ്മീഷന്റെ അനുമതിയോടെ മാത്രമേ ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ. അമേരിക്കയിലെ ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്തെ അതികായകരായ IT&D കമ്പനി ഇക്കാലത്തെ പുതിയൊരു നിർദ്ദേശവുമായി FCCയെ സമീപിച്ചു. റേഡിയോ സ്പെക്ട്രം ആവൃത്തി കൂടുതൽ ഉപയോഗിക്കാൻ അനുവദിക്കുകയാണെങ്കിൽ മൊബൈൽ ഫോൺ സംവിധാനം വിപുലപ്പെടുത്താമെന്നതായിരുന്നു അവരുടെ നിർദ്ദേശം. എന്നാൽ FCCയിലെ ഉദ്യോഗസ്ഥർക്ക് ഈ നൂതന സംവിധാനത്തെക്കുറിച്ച് അത്രയൊന്നും പിടിയില്ലായിരുന്നു. അതിനാൽ IT&Dയുടെ ആവശ്യത്തിന് FCCയിൽ നിന്നും തണുപ്പൻ പ്രതികരണമേ ലഭിച്ചിട്ടുള്ളൂ. 21 വർഷങ്ങൾക്ക് ശേഷം 1968 IT&Dയുടെ നിർദ്ദേശം FCC അംഗീകരിച്ചു. തുടർന്ന് IT&Dയും ബെൽ ലാബ്സും ചേർന്ന് ഒരു സെല്ലുലാർ സംവിധാനം നിർമ്മിച്ച് FCCക്ക് നൽകി. ഇതോടെ മൊബൈൽ ഫോൺ രംഗത്ത് കമ്പനികളും വ്യക്തികളും കൂടുതൽ പരീക്ഷണം നടത്താൻ തുടങ്ങി. ആദ്യത്തെ ഉപയോഗപ്രദമായ മൊബൈൽ ഫോൺ നിർമ്മിക്കാൻ ബെൽ ലാബ്സും മോട്ടോറോള കമ്പനിയും തമ്മിലുള്ള മത്സരത്തിന് തന്നെ ഇത് വഴിവെച്ചു. 1973 ഒരു കൈക്കുള്ളിൽ ഒതുക്കി ഉപയോഗിക്കാവുന്ന മൊബൈൽ ഫോൺ കണ്ടുപിടിച്ച മോട്ടോറോള കമ്പനിയുടെ സിസ്റ്റം ഡിവിഷന്റെ ജനറൽ മാനേജറായ ഡോക്ടർ മാർട്ടിൻ കൂപ്പർ ഒരു പുതിയ യുഗത്തിലേക്കുള്ള മാർഗമാണ് തുറന്നുവെച്ചത്. പൊതുസമൂഹത്തിന് ഉപകാരപ്രദമായ ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യൂ. ഇത് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കേരള കഫേ.